ഹലോ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് ഇതുപോലെയുള്ള ഒരു യൂണിക്കോൺ തീമിലുള്ള ബേബി ബയോഗ്രഫി അല്ലെങ്കിൽ ബേബി ഡീറ്റെയിൽസ് ഫ്രെയിമാണ് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അതിൻ്റെ എഡിറ്റിംഗ് വീഡിയോ ആണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്നുള്ളത് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയിട്ട് കാണാം. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ആദ്യം നമുക്ക് പിൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആപ്പ്. ഓക്കെ, ഈ ഒരു ആപ്പാണ് കേട്ടോ. പി എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്പ് ഉണ്ട്, റെഡ് കളറിലുള്ള. ഈ ഒരു ആപ്പാണ് ഞാൻ ഓപ്പൺ ചെയ്യണത്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ അധികം ഈ ഒരു ആപ്പ് യൂസ് ചെയ്യണതാണ് ഫ്രെയിമിനായാലും സേവ് ദ ഡേറ്റിനായാലും ഒക്കെ കേട്ടോ. ഇതിലിത് താഴെ സെർച്ച് ബാറിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ മുകളിൽ ഇത് ഇങ്ങനെ ഒരു ബാർ വരും. അതിൽ നമുക്ക് അല്ലെങ്കിൽ പിങ്ക് യൂണിക്കോൺ തീം എന്ന് അടിച്ചു നോക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ നമുക്ക് തീം കിട്ടണത്. അപ്പോൾ നമുക്ക് ഈ ഒരു തീം എടുത്താലോ? അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു തീം കാണുമ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. പിന്നെ അതിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ കിട്ടണമെങ്കിൽ നമുക്ക് താഴേക്കൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, ഇത് വേണമെങ്കിൽ ഇതെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇത് സെലക്ട് ചെയ്യുന്നുണ്ട്. മുകളിലുള്ള 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. ഡൗൺലോഡ് ഇമേജിൽ പോവുക. അപ്പോൾ അതേ ഇമേജ് ഡൗൺലോഡഡ് എന്ന് കാണിക്കുന്നുണ്ട്. നമ്മൾ ഗ്യാലറിയിൽ ഈ ഫോട്ടോ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് വേറെ പിക്ക് വേണം. യൂണിക്കോൺ പിക്സ് അടിച്ചു കൊടുക്കാം. പിക്ചേഴ്സ്. ഓക്കെ, അപ്പോൾ യൂണിക്കോൺ പിക്ചേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ ഓരോ ഇത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ഏത് പിക്ചറാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വെച്ചാൽ അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഒന്ന് നമുക്ക് ഇതെടുക്കാം. മുകളിൽ കാണുന്ന 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. ഡൗൺലോഡ് ഇമേജ് കൊടുക്കാം. അപ്പോൾ അതിൽ വീണ്ടും പോയാൽ നമുക്ക് കുറച്ചുകൂടെ നല്ല ബെറ്ററുള്ള കിട്ടുമോ നോക്കാം. ഇത് നല്ല ഭംഗിയുള്ള പിക്കായിരുന്നു, പക്ഷേ അതിൻ്റെ സെൻറ്ററിൽ വാട്ടർ മാർക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ അപ്പം ഇങ്ങനെ സെർച്ച് ചെയ്താൽ നേരം കഴിയുന്നത് അറിയില്ല. അപ്പോൾ ഞാൻ എനിക്കിഷ്ടപ്പെട്ട 2-3 ഡൗൺലോഡ് ചെയ്ത് വെക്കുന്നുണ്ട്. എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഏതാണ് ബെറ്റർ തോന്നിയാൽ അത് ഞാൻ എടുക്കും കേട്ടോ. ഇനി ഞാൻ വീണ്ടും സെർച്ച് ബാറിലാണ് പോയിട്ടുള്ളത്. അതിൽ ഞാൻ റിബൺ അടിച്ചു കൊടുക്കുന്നുണ്ട്. ഓക്കെ, നമുക്കിതുപോലെയുള്ള റിബണാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ അതിൽ പോവാൻ നമുക്ക് ഇഷ്ടമുള്ള കളറ്. നമ്മളിപ്പോൾ ഒരു പിങ്ക് തീമിലാണ് ചെയ്യാൻ. പിങ്ക് അല്ലെങ്കിൽ ഒരു പർപ്പിൾ, ഒരു വയലറ്റ് കളർ, ആ ഒരു തീമിലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു കളറിലുണ്ടെങ്കിൽ നമുക്കതെടുക്കാം. ഓക്കെ, ഇതെടുക്കാം അല്ലേ. ഡൗൺലോഡ് ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് ഓക്കെ പിങ്ക് കളറിലുള്ള ഹോസ്പിറ്റലിൻ്റെ ഐക്കൺ, പിന്നെ അതുപോലെ വെയിങ് മെഷീന്, പിന്നെന്താ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വേണമല്ലോ ബേബി ഡീറ്റെയിൽസിന്. അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ ഞാൻ എടുക്കുന്നത് കേട്ടോ. കാർട്ടൂൺ ഹോസ്പിറ്റൽ പിങ്ക് എന്ന് അടിച്ചു കൊടുക്കാം. എങ്ങനെ അടിച്ചു കൊടുത്താലും നമ്മൾ അതിലെത്തിക്കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ അടിച്ചു കൊടുക്കാം. ഓക്കെ, അത് കണ്ടോ, അങ്ങനെ അടിച്ചു കൊടുത്താൽ കിട്ടും. അപ്പോൾ നിറക്കം നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പിങ്ക് ചിലപ്പോൾ ആഡ് ചെയ്യും, ചിലപ്പോൾ ബ്ലൂ ആയിരിക്കും ആഡ് ചെയ്യണത്. അത് നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഭംഗി ഏതാണെന്ന് വെച്ചാൽ അതിനനുസരിച്ചായിട്ട് ഞാൻ ചെയ്യാം. ഇത് നമുക്ക് എടുക്കാം, കണ്ടോ, ഇതെടുക്കാം, ഇതും എടുക്കാം കേട്ടോ. ഇതൊക്കെ അതിലേക്ക് മാച്ച് ആകും. ഏതാണ് അപ്പോൾ ബെറ്റർ വെച്ചാൽ അത് നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മൾ എടുത്ത് തന്നെ വരുന്നുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഇതൊക്കെ ഞാനിതിൻ്റെ ഡൗൺലോഡ് ചെയ്ത് വെച്ചതാണ്, നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി മാത്രം കാണിക്കണേ കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം ക്രോമിൽ പോവുക. അതിൽ remove.bg
അപ്പോൾ മുകളിൽ തന്നെ വരുന്നുണ്ട് കേട്ടോ. remove.bg എന്ന് പറഞ്ഞിട്ട് സൈറ്റിൽ കയറുക. അപ്പോൾ അതിൻ്റെ ആപ്പ് ഉണ്ട് കേട്ടോ. അതിൻ്റെ ആപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഒരു സൈറ്റിൽ കയറിയിട്ടാണ് ചെയ്യൽ. അപ്ലോഡ് ഇമേജിൽ പോവാം. നമ്മൾ എന്തൊക്കെയാണ് ഡൗൺലോഡ് ചെയ്തത് അതിൻ്റെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആക്കി കൊടുക്കാം. ഓക്കെ. പിന്നെ നമുക്ക് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഏത് പിക്കാണ് ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലേക്ക് മാച്ച് എന്നുള്ളത് അതിനനുസരിച്ച് നമുക്ക് ആഡ് ചെയ്താൽ മതിയല്ലോ. എല്ലാം ഇത് ഡൗൺലോഡ് അഗെയിൻ കാണിക്കുന്നുണ്ട്. കാരണം ഞാൻ മുമ്പ് ഈ പിക്കിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആക്കിയതാണ്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ക്യാൻസൽ കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള എല്ലാ പിക്കിൻ്റെയും ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആക്കുക. അത്രയേ ഉള്ളൂ പണി. അപ്പോൾ ഇനി നമുക്ക് ക്യാൻവയിൽ പോവാം. ക്യാൻവ ഓപ്പൺ ചെയ്തു. സെർച്ച് ബാറിൽ A4 പോർട്രേറ്റിലാണ് ഞാൻ പോകുന്നത് കേട്ടോ. ലാൻഡ്സ്കേപ്പ് അവിടെ കാണിക്കുന്നുണ്ട്. എനിക്ക് പോർട്രേറ്റാണ് വേണ്ടത്. ലാൻഡ്സ്കേപ്പിലും ചെയ്യാം കേട്ടോ, ഭംഗിയുണ്ടാവും. പിന്നെ ക്രിയേറ്റ് ബ്ലാങ്കിൽ പോവാം. അപ്പോൾ അത് A4 ബ്ലാങ്ക് പേജ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇനി നമുക്ക് താഴെ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്യാം. ഗാലറിയിൽ പോവാം. നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ. ഇതിൻ്റെ കറക്റ്റ് സൈസിലാക്കി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് വീണ്ടും പ്ലസ്സിൽ പോവാം. ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആക്കിയിട്ടില്ല സംഭവങ്ങളൊക്കെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇതിലേതാണ് ഭംഗിയുള്ളത് വെച്ചാൽ നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി യൂണിക്കോണിൻ്റെ ഈ ഒരു പിക്ക് നമുക്ക് ഇവിടെ വെച്ച് കൊടുക്കാം കേട്ടോ. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് എവിടെയാണ് ഭംഗിയുള്ള വെച്ചാൽ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഒന്നും കൂടെ എടുക്കുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ ആ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ, അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് വരും. എന്നിട്ട് ഇതിന് ഞാൻ ഒന്ന് എന്താ പറയുക, ഒപ്പാസിറ്റി കുറച്ച് കൊടുത്തിട്ട് ചെയ്യാണ്. ഈ ട്രാൻസ്പെറൻസി എന്ന് പറഞ്ഞിട്ടുള്ള അതിൽ ക്ലിക്ക് ചെയ്യാം. ഒരു 60 വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് അതൊരു മങ്ങിയ പോലെ നിൽക്കുന്നില്ല, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഈ ഒരു റിബൺ നമുക്ക് മുകളിൽ വെച്ച് കൊടുക്കാം, നെയിം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനിയുള്ളതൊക്കെ നിങ്ങളെ ഐഡിയ പോലെ ചെയ്ത് ചെയ്യാം കേട്ടോ. ഇനി ഞാൻ ഇപ്പോൾ ഫോട്ടോ ഒരു റൗണ്ട് ഷേപ്പിൽ വരണമെന്നുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യാമെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫോട്ടോ ആണ് ഇതിലേക്ക് ആഡ് ചെയ്യണത്. പാരൻസിൻ്റെ പിക്കാന്ന് സങ്കല്പിച്ചാൽ മതി കേട്ടോ. എന്നിട്ട് ഈ ഒരു പ്ലസ്സിൽ ക്ലിക്ക് ചെയ്യുക, എലമെൻസിൽ പോവുക, സെർച്ച് ബാറിൽ സർക്കിൾ എന്ന് സെർച്ച് ചെയ്യുക കേട്ടോ. എന്നിട്ട് ഈ ഒരു പിക്കാണ് ഞാൻ എടുക്കുന്നത്. ഇതിൻ്റെ ആ ഒരു ബോർഡർ ഉണ്ടല്ലോ, അത് നമുക്ക് കളർ ചേഞ്ച് ചെയ്യാം. ഞാനിവിടെ വൈറ്റോ അല്ലെങ്കിൽ പിങ്കോ ഏതാണ് മാച്ച് വെച്ചാൽ പർപ്പിളോ ഏതാ വേണ്ടത് വെച്ചാൽ ചെയ്യാണ്. ഞാനൊരു വൈറ്റ് പർപ്പിളാണ് കൊടുക്കുന്നത്. അപ്പോൾ കുട്ടിയുടെ ഫോട്ടോ ആണെങ്കിലും അങ്ങനെ തന്നെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇതിപ്പോൾ ഒരു കുട്ടിയുടെ ഫോട്ടോ ആണെങ്കിൽ ഇതിപ്പോൾ ഞാൻ അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഫോട്ടോ അതിൽ ആ ഒരു സർക്കിളിൽ അഡ്ജസ്റ്റ് ആയി നിൽക്കും.
ഇനി വീണ്ടും ഞാൻ ആ ഒരു ഫ്രെയിം എടുക്കുകയാണ് പാരൻസിൻ്റെ ഫോട്ടോ ആക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അത് കുറച്ച് താഴെയായിട്ടാണ് വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ഈ ഫോട്ടോ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ആദ്യം ഈ ഫോട്ടോ ഞാൻ ഇതിലേക്ക് ഒന്ന് വെച്ച് വെക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സർക്കിൾ ഷേപ്പിൽ നിന്നിട്ടുണ്ട്. പിന്നെ ഈ കുട്ടിയുടെ ഈ കാൽപാദത്തിൻ്റെ ഫോട്ടോ ഉണ്ടല്ലോ, അത് ഞാൻ ഈ ഭാഗത്താണ് വെച്ച് കൊടുക്കുന്നത്. ഇങ്ങനെ വെച്ച് കൊടുക്കാം. പിന്നെ നമുക്ക് ഈ യൂണിക്കോണിൻ്റെ പിക്ക് ഉണ്ടല്ലോ, അത് നമുക്ക് ഒന്നും കൂടെ എടുത്തിട്ട് ഇവിടെ എവിടെയെങ്കിലും വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ എഡിറ്റിങ്ങിൻ്റെ ഫൈനൽ ലുക്ക് കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യാം, യൂണിക്കോണിൻ്റെ പിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സെലക്ട് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ അതൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ടെക്സ്റ്റ് നമുക്ക് ഇവിടെ ചേഞ്ച് ചെയ്യാം, ഈ ഫോണ്ടിൽ പോവാം. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോണ്ട് ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഫോണ്ട് ചേഞ്ച് ചെയ്യാം. ഞാൻ ഈ ഒരു ഫോണ്ടാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ കളർ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം കേട്ടോ. എന്താ ഇവിടെ ഈ ഒരു കളറാണ് ഞാൻ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിന് മാച്ച് ആയിട്ടുള്ള കളർ ഈ ഒരു പാനലിലുണ്ടാവും. അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് സെലക്ട് ചെയ്യാം. അപ്പോൾ ടെക്സ്റ്റിൻ്റെ കളർ ചേഞ്ച് ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ എഡിറ്റിംഗ് വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാലും നിങ്ങൾ എന്തായാലും സപ്പോർട്ട് ചെയ്യുക, മാക്സിമം എല്ലാവരിലേക്ക് എത്തിക്കുക. ഓക്കെ, താങ്ക് യു, ബൈ.